ബോംബ് നിർമ്മാണത്തിന്റെയും ബോംബ് സ്ഫോടനത്തിന്റെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും വിളഭൂമിയായ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷ മേഖലകൾ ഈ അടുത്ത കാലത്തായി നിശബ്ദമായിരുന്നെങ്കിലും സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകുന്നു. അതും തെരഞ്ഞെടുപ്പ് അടുത്തെത്താറായ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചതും CPM പ്രവർത്തകർ മരിച്ചതുമാണ് സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകാൻ കാരണമായത്. ബോംബ് നിർമ്മാണത്തിന്റെ കൊല്ലപ്പെട്ടയാളും പരിക്കേറ്റയാളും പാർട്ടിക്കാരല്ലെന്ന സ്ഥിരം പല്ലവിയാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ മരിച്ചയാളും പരിക്കേറ്റയാളും CPM പ്രവർത്തകൻ തന്നെയാണ്. കൂടാതെ ഇവർക്കെതിരെ നിരവധി കേസുകളും രാഷ്ട്രീയ കേസുകളുമുണ്ട്. മാത്രമല്ല മുൻ മന്ത്രി KK ശൈലജയോടൊപ്പമുള്ള ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥിരം വെള്ളപൂശൽ ഈ സംഭവത്തിലും നടക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും മാസപ്പടി വിവാദവും സിദ്ധാർത്ഥിന്റെ മരണവും പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം വ്യക്തമാണ്. പാർട്ടി പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചതും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വ്യാപകമായ കള്ളവോട്ട് ചെയ്യിപ്പിക്കാനുമാണെന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. 80കളുടെ തുടക്കത്തിൽ തുടങ്ങിയ ബോംബ് രാഷ്ട്രീയം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. 10 കൊല്ലത്തിനിടെ ഇത്തരം 25ലധികം സംഭവങ്ങളാണ് കണ്ണൂരിൽ അരങ്ങേറിയതും. സി ന്യൂസ് കോഴിക്കോട്.